നമസ്കാരം. പാലാ നഗരസഭാ ഭരണം അവതാളത്തിലായി. UDF സ്വതന്ത്ര മുന്നണിയെ കൈയൊഴിയുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഗ്യാലറിയിലിരുന്ന് കളി കാണാൻ ഇനി കോൺഗ്രസ് ഇല്ലത്രേ. കളത്തിലിറങ്ങി കളിക്കാൻ UDF തയ്യാറെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. പാലാ നഗരസഭാ ഭരണം 3 സ്വതന്ത്ര കൗൺസിലർമാരുടെ മുന്നിൽ അടിയറ വെച്ചത് കോൺഗ്രസിന് തന്നെ മതിയായി. പറയുന്നത് പാലാ നഗരഭരണം UDF പിടിച്ചടക്കിയെന്നൊക്കെയാണ്. എന്നാൽ UDFന് എന്ത് റോളാണ് ഉള്ളതെന്ന് അവർക്കും പിടികിട്ടുന്നില്ല. MLA കാപ്പൻ, ആ കാപ്പൻ്റെ കെണിയിൽ മാണി വിരോധത്തിൻ്റെ പേരിൽ വീണതാണ് UDFന് വിനയായത്. 3 അംഗ സ്വതന്ത്ര യൂണിയൻ ഒരു UDFനെയും അംഗീകരിക്കുന്നതുമില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കൂട്ടായ്മയിലെ ഒരു അംഗത്തെ UDFൻ്റെ പ്രചാരണത്തിന്, അതായത് കാപ്പൻ്റെ പ്രചാരണത്തിന് കണ്ടതുമില്ല. UDF അത് അന്വേഷിച്ചതുമില്ല. എന്നാൽ ഇടതുമുന്നണി അന്വേഷിച്ചു. അയാൾ പാലയിൽ മുങ്ങി തൃശ്ശൂരിൽ പൊങ്ങിയെന്ന് അവർക്ക് മനസ്സിലായി. പാലായിൽ UDFൻ്റെ കൂടെയാണെങ്കിലും തൃശ്ശൂരിൽ BJPയോടൊപ്പമായിരുന്നു. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് അമ്മ വീട്ടിൽ ഊട്ടിയും അച്ചി വീട്ടിൽ ഉറക്കവുമെന്ന്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് കേമം. അയാൾ UDF അക്കൗണ്ടിൽ ഉള്ളതല്ലെന്ന്. തങ്ങളുടേതാണെന്ന് സുരേഷ് ഗോപി പക്ഷക്കാരും പറയുന്നു. പാലായിൽ BJP നിർണായകമായിരുന്നുവെങ്കിൽ ഇവനൊക്കെ അവന്മാരുടെ കൂടെ പോയേനെ, ഒരു സംശയവും വേണ്ട. ഇവനെയൊക്കെയാണ് UDF ചുമക്കുന്നത്. കാപ്പന് തെരഞ്ഞെടുപ്പ് വരെ നഗരഭരണം തുടരണമെന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ചത് മെച്ചം. കരാർ അനുസരിച്ച് അടുത്ത മാസം സ്വതന്ത്ര അംഗമായ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ രാജിവെക്കണം. ചെയർപേഴ്സൻ്റെ പിതാവ് വൈസ് ചെയർമാനാകണം. അപ്പനും മകളും ചേർന്ന് ഒരു നഗരഭരണം. ആഹാ, നല്ല കാര്യം. ഒരു ദിവസം പുതിയ ചരിത്രം എഴുതണം. വൈസ് ചെയർപേഴ്സൺ നഗരസഭാ ഭരണത്തിൽ ഒരു റോളുമില്ലാത്തയാളാണ്, വെറും നോക്കുകുത്തി. UDF ഒരു വേദിയിലും വൈസ് ചെയർപേഴ്സണെ ഇടം കൊടുത്തിട്ടുമില്ല, അംഗീകരിച്ചിട്ടുമില്ല. എന്നാൽ 12 അംഗ പ്രതിപക്ഷം വൈസ് ചെയർപേഴ്സണ് തുണയായി ബജറ്റ് പാസാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിടത്തും കാപ്പൻ കാര്യമായി കോൺഗ്രസിനെ അടുപ്പിച്ചതുമില്ല. ചാനൽ ചർച്ചകളിൽ സ്വതന്ത്ര അംഗമായ ബിനുവിനെയാണ് UDFന് വേണ്ടി കാപ്പൻ നിയോഗിച്ചത്. നഗര ചെയർപേഴ്സണെയാണ് നഗര പര്യടനത്തിൽ വാഹനത്തിൽ കയറ്റിയത്. സ്ഥാനാർത്ഥിയെക്കാളും കൈവീശി കാണിച്ചതും അഭിവാദ്യം അർപ്പിച്ചതും നഗരസഭ ചെയർപേഴ്സൺ തന്നെ. ഇതെല്ലാം കോൺഗ്രസിനെ ചൊടിപ്പിച്ചു. കരാർ പ്രകാരം വൈസ് ചെയർപേഴ്സൺ രാജിവെച്ചില്ലെങ്കിൽ അവിശ്വാസവും നടക്കില്ല. പാസ്സാകണമെങ്കിൽ 14 പേരുടെ പിന്തുണ വേണം. കാപ്പൻ തോറ്റാൽ നഗരഭരണത്തിനും അന്ത്യം കുറിക്കും. ഇത് ഒഴിവാക്കാനുള്ള തിരക്കിട്ട ചർച്ചകളാണ് അണിയറയിൽ നടക്കുന്നത്. ഭരണം നിലനിർത്തി കൊണ്ടുപോകേണ്ടത് ഇപ്പോൾ പുൽക്കണ്ടം സ്വതന്ത്ര യൂണിയൻ്റെ മാത്രം ആവശ്യമാണ്. കോൺഗ്രസ് മാനസികമായി അകന്നു കഴിഞ്ഞു. കോൺഗ്രസിന് അന്ന് തന്നെ ഇതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. പുൽക്കണ്ടം ഗ്രൂപ്പ് വളരെ വിദഗ്ധമായിട്ടാണ് കരുക്കൾ നീക്കുന്നത്. UDFുമായി സഹകരിച്ചു നിന്ന് മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം സമീപിച്ചത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷത്തെ ചിലരെങ്കിലും അതിൽ കണ്ണുവെച്ചുവെങ്കിലും ജോസ് കെ മാണി സമ്മതിച്ചില്ല. ഇടതുമുന്നണിയുടെ പുറത്ത് കയറി മുനിസിപ്പൽ ചെയർപേഴ്സണായി വലതുമുന്നണിയുടെ സഹകരണത്തോടെ നാട് ഭരിക്കാമെന്നായിരുന്നു ഇയാളുടെ മനസ്സിലിരിപ്പ്. ജോസിനത് കൃത്യമായി പിടികിട്ടി. കേരള കോൺഗ്രസിൻ്റെ ചെലവിൽ ചെയർപേഴ്സണായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടെ ഇരുന്ന് തുരപ്പൻ പണി ഇവന്മാർ ചെയ്യുമെന്ന് ജോസിന് നന്നായി അറിയാമായിരുന്നു. ഇപ്പോഴിയാൾ വല്ലാത്ത അബദ്ധത്തിലാണ്. മായ രാഹുൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കില്ല. കോൺഗ്രസിൻ്റെ തീരുമാനമാണ് അതാണ്. അവിശ്വാസം കൊടുക്കണമെങ്കിൽ അതിനുള്ള സഹായം ഇടതുമുന്നണി നൽകത്തുമില്ല. പാലായുടെ പ്രത്യേക സാഹചര്യത്തിൽ ഇടതുമുന്നണിയോടും വലതുമുന്നണിയോടും ഒരു കാര്യമേ പറയാനുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നിങ്ങളങ്ങ് യോജിക്കുക. അവിശ്വാസം കൊണ്ടുവന്ന് ചെയർപേഴ്സണെ പുറത്താക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. മായ രാഹുലിനെ ചെയർപേഴ്സണായി അവരോധിക്കുക. ഇരു കൂട്ടരും പരസ്പരം കബളിപ്പിക്കപ്പെട്ട് സ്വന്തം കാര്യം കൗശലപൂർവ്വം നടത്തിയെടുക്കുന്ന പുളിക്കണ്ടത്തെ തന്ത്രപൂർവ്വം ഒഴിവാക്കുക. ജോസ് MLA ആയി വരുന്ന സ്ഥിതിക്ക് കോൺഗ്രസിന് ചെയർപേഴ്സൺ സ്ഥാനം കൊടുത്താലും വലിയ നഷ്ടമൊന്നും വരുന്നില്ലെന്ന് മാത്രമല്ല, ഭാവിയിൽ ഉയർന്നു വരാവുന്ന ഒരു ബാധ്യതയുടെ കൂമ്പ് നുള്ളാനും സാധിക്കും. വെറും 2 പേരെത്തിയാൽ LDFന് ഭരണം പിടിക്കാം. ചിലർ ഭരിക്കുമ്പോൾ എന്തൊക്കെയോ ഒലത്തുമെന്ന് പറഞ്ഞത് കാണുവാൻ നോക്കിയിരിക്കുകയാണ് ഇടതുമുന്നണി.